കൂടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒട്ടനവധി CPM പ്രവർത്തകർ ഇന്ന് കേരളത്തിലുണ്ട് സുഹൃത്തുക്കളെ. തീർച്ചയായും അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരും. ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി നിഷേധിക്കപ്പെട്ട ഓരോ ആവശ്യങ്ങളും നമ്മളൊക്കെ ഡിമാൻഡുകൾ, പുതിയ ഡിമാൻഡുകൾക്ക് വേണ്ടി സമരം ചെയ്തിട്ടില്ല. നമ്മൾ സമരം ചെയ്തത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യം, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കുമ്പോൾ അതിനെതിരെയാണ് നമ്മൾ സമരം ചെയ്തത്. അതുകൊണ്ട് തന്നെ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ അവകാശങ്ങളും ഒന്നൊന്നായി ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരണം. ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലേ തീർച്ചയായും നമ്മുടെ ആവശ്യങ്ങൾ, അവകാശങ്ങളൊക്കെ തന്നെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം VD സതീശൻ, പ്രിയങ്കരനായ ഈ ജില്ലക്കാരനായ പ്രതിപക്ഷ നേതാവ് നയിച്ച ജാഥയുടെ സമാപനം തിരുവനന്തപുരത്ത് അവസാനിച്ചപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി 5 കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകി. കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു 5 കർമ്മ പരിപാടികൾ. അത് വിശദമായി പ്രിയങ്കരനായ ശ്രീ മുരളി സാറോട് സൂചിപ്പിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കേരളത്തിലെ വനിതകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഒരുക്കും എന്ന് UDF പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ കേരളത്തിലെ ഓരോ വീട്ടിലെയും വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ ധനസഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പെൻഷൻ പറ്റി പിരിഞ്ഞ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകൾ, ആ ആളുകളുടെ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, അവരുടെ ക്ഷേമത്തിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിക്കാൻ, ഒരു മന്ത്രാലയം തന്നെ അങ്കമാലിയിലെ പ്രിയപ്പെട്ട KSSB-യുടെ നേതാക്കന്മാരെയും അതോടൊപ്പം ഈ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഹാർദവുമായി ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുക. ഇന്ന് 3-ാം ദിവസമാണ് ഈ ജാഥ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. പാലക്കാട് നിന്ന് തുടങ്ങി നൂറുകണക്കിന് പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്നലെ തൃശ്ശൂരില് പര്യടനം പൂർത്തിയാക്കി ഇന്ന് ഇവിടെ എത്തുമ്പോൾ ഇനി 2 ദിവസം എറണാകുളത്തും 1 ദിവസം ഇടുക്കിയിലുമായി ഈ ജാഥ അടുത്ത 3 ദിവസങ്ങൾ കൊണ്ട് സമാപിക്കുമ്പോൾ ഞങ്ങൾ വിളിക്കുന്ന ഈ ജീവിത സമരയാത്ര തീർച്ചയായും ജീവിത സമരയാത്ര തന്നെയാണ്.